എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളൊരു വാട്സപ്പ് മെസ്സേജ് ഒരു ഫ്രണ്ടിന് ദുബായിലോ അല്ലെങ്കിൽ US-ലോ ഇരിക്കുന്ന ഒരു ഫ്രണ്ടിന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് അത് ആ ഓൺ ദി സ്പോട്ട് ഡെലിവറി ആവുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓൺ കോളിൽ വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കുന്നു, ഒരു ഇമെയിൽ അയക്കുന്ന സമയത്ത് ഓൺ സ്പോട്ടിൽ അവിടെ ഡെലിവറി ആവുന്നു, അല്ലെങ്കിൽ US-ലോ അല്ലെങ്കിൽ UK-ലോ എവിടെയെങ്കിലും ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്ഫ്ലിക്സ് സെർവറിൽ ഒരു കണ്ടന്റ് നമുക്ക് ഇന്ത്യയിലിരുന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്നു. ഇതെങ്ങനെയാണ് ഈ ഒരു ഡാറ്റ സ്ട്രീമിംഗ് നടക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴൊന്നും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ പുറകിൽ അണ്ടർ സീ കേബിൾസ് ആണ്. ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ കടലിൻ്റെ അടിയിൽ മില്യൺസ് ഓഫ് കിലോമീറ്ററിൽ അണ്ടർ സീ കേബിൾസ് ഉണ്ട്. ഫൈബർ ഓപ്റ്റിക്കൽ കേബിൾസ് ആണ് ഇതിലുള്ളത്. ഈ കേബിളിലൂടെ ലൈറ്റ്നിങ് സ്പീഡിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനും മൂവി വാച്ച് ചെയ്യുന്നതൊക്കെ പോസിബിൾ ആയിട്ട് വരുന്നത്. നമ്മൾ ഭൂമിയെ 34 തവണ ചുറ്റാൻ പറ്റുന്ന അത്രയും ദൂരത്തിലുള്ള അത്രയും നീളത്തിലുള്ള കേബിളാണ് അണ്ടർ സീയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് അയക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നെറ്റ്ഫ്ലിക്സ് സ്ട്രീം കാണുമ്പോൾ, അല്ലെങ്കിൽ Amazon പ്രൈമിൽ ഒരു വീഡിയോ കാണുമ്പോൾ, താങ്ക്സ് ടു അണ്ടർ സീ കേബിൾ. ഓക്കെ, അതുമാത്രമല്ല നമ്മൾ സംടൈംസ് നമ്മൾ സാറ്റലൈറ്റും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഓർക്ക് 95% ടൈം നിങ്ങളൊരു ഇൻ്റർനാഷണൽ കോളോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്യുന്നത് അണ്ടർ സീ കേബിൾസ് ആണ്, ഫൈബർ ഓപ്റ്റിക്കൽ കേബിൾസ് ആണ്.